Hello friends, I am Dr. Rajesh Kumar. COVID രോഗം വന്നു മാറിയവരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചിൽ ഒരു ഭാരം ഇരിക്കുന്നുള്ള തോന്നലും നെഞ്ചിൽ പല ഭാഗത്തും സൂചി വെച്ച് കുത്തുന്ന പോലുള്ള വേദനയും ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും വരാറുണ്ട് പലപ്പോഴും ഒരു 35 വയസ്സ് കഴിഞ്ഞ ഒരു 40 വയസ്സുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും കോവിഡ് വന്നു മാറിയിട്ട് കോമൺ ആയിട്ട് ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട് പലപ്പോഴും കോവിഡ് രോഗം വന്നു മാറിയവരിൽ ഹാർട്ട് അറ്റാക്ക് വന്നു മരണപ്പെട്ടു കടുത്ത ന്യൂമോണിയയായി തിരിച്ചറിഞ്ഞില്ല പോലുള്ള വാർത്തകളും ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് കാരണം നെഞ്ചിൽ വരുന്ന ഈ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ ഓടിപ്പോയി ഒരു ഡോക്ടറെ കാണുന്നു ECG എടുക്കുന്നു എക്സ്റേ നോക്കുന്നു CT സ്കാൻ നോക്കുന്നു ഇതെല്ലാം നോർമൽ വീണ്ടും ഡോക്ടർ അത്യാവശ്യം മരുന്ന് തരും വീട്ടിൽ വരുന്നു ഈ ബുദ്ധിമുട്ട് മാറാതെ നിൽക്കുന്നു ഇത് കോവിഡ് രോഗം വന്നു മാറിയവരിൽ ഏകദേശം 70% വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ പലപ്പോഴും നിങ്ങൾക്കറിയാം നെഞ്ചിലെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ശ്വാസകോശ പ്രശ്നമായിരിക്കാം ഹൃദയത്തിന്റെ പ്രശ്നം ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളാകാം ഇല്ലെങ്കിൽ നെഞ്ചിലെ മസിലിന് വരുന്ന കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് വരുന്ന നെഞ്ചിലെ മസിലുകളിലും വാരിയലിലും വരുന്ന നീർക്കെട്ടിന്റെ ഭാഗമായിട്ടും ഉണ്ടാകാം പലപ്പോഴും ഈ രോഗങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് നെഞ്ചിൽ വരുന്ന ഏത് വേദനയും ഹാർട്ട് അറ്റാക്ക് ആണോ ന്യൂമോണിയ ആണോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥ ഹാർട്ട് അറ്റാക്ക് വന്നാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂമോണിയ ശ്വാസകോശത്തിന്റെ ഒരു ഇൻഫെക്ഷൻ വന്നാലോ അല്ലെങ്കിൽ ഇനി നെഞ്ചിലെ മസിലിന് വരുന്ന നീർക്കെട്ട് വന്നാലോ ഇത് എങ്ങനെ മൂന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഞാൻ വിശദീകരിക്കാം ഒന്നാമതായിട്ട് കോവിഡ് രോഗം വന്നു മാറിയവരിൽ ഹൃദ്രോഗ സാധ്യതയാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞുതരാം ഒരിക്കലും ഹൃദ്രോഗത്തിന് നമുക്ക് നെഞ്ചിൽ ഒരു സ്പോട്ടിൽ മാത്രമായിട്ട് വേദന വരത്തില്ല പലപ്പോഴും നമ്മുടെ ഹൃദയം ഇരിക്കുന്ന ഭാഗത്ത് ചുറ്റുമായിട്ട് നമ്മുടെ ഒരു കൈപ്പത്തിയില്ലേ നമ്മളൊരു മുഷ്ടി ചുരുട്ടി പിടിച്ച് നെഞ്ചിൽ വെച്ചാൽ എത്ര സ്പേസ് ഉണ്ടാവും ആ സ്പേസിൽ മൊത്തത്തിലാണ് നമുക്കിതിൻ്റെ ഒരു വേദനയും ഒരു ഭാരം ഇരിക്കുന്ന പോലുള്ള ഒരു തോന്നലും അനുഭവപ്പെടുന്നത് ഈ വേദന എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരുപക്ഷെ ആ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് വരുന്ന ഒരു ഉരുണ്ട ഒരു വേദനയോ ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ എന്തെങ്കിലും വെച്ച് വലിഞ്ഞു മുറുക്കുന്ന പോലെ ഹൃദയം എങ്ങനെ ഞെക്കി പിടിച്ചാൽ എങ്ങനെയൊക്കെ ഒരു കൺസ്ട്രക്റ്റീവ് പെയിനും അനുഭവപ്പെടാറുണ്ട് ഈ ഒരു വേദന നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടോ ഇല്ലെങ്കിൽ നെഞ്ചിൽ നിന്ന് ഒരുപക്ഷെ തൊണ്ടയിലേക്കോ നമ്മുടെ ഇടത് ചുമലിലേക്കോ പതുക്കെ റേഡിയേറ്റ് ചെയ്യുന്ന പോലുള്ള ഒരു വേദനയായിരിക്കും അനുഭവപ്പെടുക ഇതോടൊപ്പം നമുക്ക് വല്ലാണ്ട് വിയർപ്പ് കിതപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു വല്ലാത്ത പരവേശം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ലിവൈൻ സൈൻ എന്ന് വിളിക്കുന്ന ഈ ഒരു കണ്ടീഷൻ പലപ്പോഴും ഒരു 20 സെക്കൻഡിന് മുകളിൽ ഒരു അരമണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഈ വേദന നീണ്ടു നിന്നു എന്ന് വരാറുണ്ട് പലപ്പോഴും രാത്രിയാണ് ഈ വേദന വരുന്നതെങ്കിൽ നമുക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട് ഉറക്കത്തിൽ നമുക്കൊരു വല്ലാത്ത അസ്വസ്ഥതയോടുകൂടി ഈ ലക്ഷണം കാണുകയും ക്രമേണ ഈ വേദന തുടങ്ങി മാറാതെ കണ്ടിന്യൂസ് ആയിട്ട് കൂടി വരുന്ന ഒരു സിംറ്റമാണ് കാണുക പലപ്പോഴും ഈ ഒരു ഭാഗത്ത് വരുന്ന വേദന മസിൽ പെയിൻ ആകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം തന്നെ ഒരുപക്ഷെ ചെറിയൊരു വേദന വന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 20 സെക്കൻഡിന് താഴെ വിട്ട് ഇടയ്ക്ക് ചെറിയ വേദന പോലെ ഒരുപക്ഷെ ഗ്യാസിൻ്റെയോ ഇല്ലെങ്കിൽ മസിൽ പെയിനോ കാണാറുണ്ട് ഇതെല്ലാം നമുക്ക് ഹൃദ്രോഗമാണോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഏരിയയിൽ സ്ക്യൂസിങ് പെയിൻ കണ്ടിന്യൂസ് നിന്നാൽ മാത്രമേ നമ്മൾ അതിന് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണുകയും അതോടൊപ്പം നിങ്ങളുടെ ഒരു അസ്വസ്ഥത ക്രമേണ കൂടി വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടാതെ അടുത്തുള്ള ഒരു ഹൃദ്രോഗ ചികിത്സാ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് ഉടൻ എത്താൻ ശ്രമിക്കുക ഇനി നമുക്ക് നെഞ്ചിൽ വരുന്ന ഭാരവും അല്ലെങ്കിൽ നെഞ്ചിൽ വരുന്ന വേദനയും ശ്വാസകോശ സംബന്ധമാണോ എന്നെങ്ങനെ തിരിച്ചറിയാമെന്ന് വിശദീകരിക്കാം പലപ്പോഴും ഈ കോവിഡ് രോഗം വന്ന് അത് അത്യാവശ്യം കഫക്കെട്ട് അത്യാവശ്യം കോവിഡ് ന്യൂമോണിയ വന്നു പോയവർക്ക് വളരെ കോമൺ ആയിട്ട് ഈ രോഗം മാറിയിരുന്നാലും അവർക്ക് നെഞ്ചിലൊരു ഭാരവും ബുദ്ധിമുട്ടും കണ്ടുവന്നു വരാം 3 മാസം വരെ ഈ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകാം ഇതിന് കാരണം ഈ കോവിഡ് രോഗം അവരുടെ ശ്വാസകോശത്തിനുണ്ടാക്കിയിട്ടുള്ള ഇൻഫെക്ഷൻ കോവിഡ് ന്യൂമോണിയ അത് വന്ന് മാറിയവർക്ക് ആ ഭാഗത്തുള്ള കോശങ്ങളിൽ ചെറിയ വ്യത്യാസം വരും ഇതിന് പൾമനറി ഫൈബ്രോസിസ് എന്നാണ് പറയുന്നത് അവിടുത്തെ കോശങ്ങളുടെ നോർമൽ ടോണിൽ വ്യത്യാസം വരും നമുക്ക് മുറിവ് വന്ന് ഉണങ്ങുമ്പോൾ ഒരു സ്കാർ വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ ടോണിൽ വ്യത്യാസം വരും ഇത് ശരിയാകാൻ സമയമെടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് നെഞ്ചിൻ്റെ താഴത്തെ ഭാഗത്ത് പലപ്പോഴും ഇത് കാണുന്നത് നമ്മുടെ വാരിയെല്ലുകളുടെ താഴത്തെ ഭാഗത്തായിട്ട് നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ വിലങ്ങുന്ന പോലുള്ള ഒരു വേദന ശ്വാസം പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ എവിടെയോ തങ്ങി നിൽക്കുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 30 മുതൽ 40 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുകയും തനിയെ മാറുകയും ചെയ്യും പലപ്പോഴും ഈ ഒരു വേദന നിങ്ങൾ കിടക്കുന്ന പൊസിഷനിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കിടക്കയിൽ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോൾ പൊസിഷൻ മാറി കിടക്കുമ്പോൾ ഈ വേദന മാറുന്നത് കാണാം ഈ ഒരു അവസ്ഥയ്ക്ക് റെസിഡ്യൂവൽ ന്യൂമോണിയ പെയിൻ എന്നാണ് സാധാരണ പറയുന്നത് ഇത് വളരെ കോമൺ ആയിട്ട് ഒരു കഫക്കെട്ട് വന്നവരിലോ ഇല്ലെങ്കിൽ കോവിഡ് ന്യൂമോണിയ വന്ന് മാറിയവരിലോ കാണാറുണ്ട് ക്രമേണ ഈ ഒരു അവസ്ഥ കുറഞ്ഞു വരാറുണ്ട് എന്നാൽ ഈ കോവിഡ് രോഗം വന്ന് മാറിയവരിൽ ഒരു ന്യൂമോണിയ ബാധ അതായത് ശ്വാസകോശ
ശ്വാസകോശത്തിന് ഒരു ഇൻഫെക്ഷൻ ആണ് കാണുന്നതെങ്കിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വിശദീകരിക്കാം. ഈ ഒരു കേസിൽ വേദന വരുന്നത് പലപ്പോഴും ശ്വാസകോശത്തിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മൾ ശ്വാസം പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം പൂർണ്ണമായി എടുക്കാൻ പറ്റാതെ തങ്ങി നിൽക്കുന്നത് പോലെ, ഒരു പകുതി വെച്ച് തന്നെ ശ്വാസം പെട്ടെന്ന് നിൽക്കുന്നത് പോലെ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഫീൽ ചെയ്യുന്നു. അമിതമായിട്ടുള്ളൊരു ക്ഷീണം, ഈ ഒരു ബുദ്ധിമുട്ടിനോടൊപ്പം പനി വിട്ടുമാറാതെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണുക. നമ്മൾ ഇതോടൊപ്പം പേഷ്യൻറ്റിൻ്റെ, രോഗിയുടെ റെസ്പിറേറ്ററി റേറ്റ്, അതായത് ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വാസം എടുത്ത് വിടുന്നുവെന്ന് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ 30 തവണയിൽ കൂടുതൽ ശ്വാസം എടുത്ത് വിടുക. നമ്മുടെ പൾസ് പരിശോധിക്കുമ്പോൾ അമിതമായിട്ട് ഒരു 120 മുകളിലേക്ക് പൾസ് കാണുക. ഈ ഒരു ലക്ഷണങ്ങൾ ഒരുമിച്ച് കണ്ടാൽ ഒരുപക്ഷെ അവർക്ക് കോവിഡ് ന്യൂമോണിയ ബാധയുണ്ടോ എന്ന് സംശയിക്കണം. അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതല്ല, നിങ്ങൾക്ക് വല്ലപ്പോഴും മാത്രം ഈ ശ്വാസകോശത്തിൻ്റെ താഴത്തെ ഭാഗത്ത് ചെറിയ വേദന വരുന്നു എന്നുള്ളെങ്കിൽ ഇതൊരു പക്ഷേ ഒരു റെസിഡ്യൂവൽ ന്യൂമോണിയ പെയിൻ ആണ്. വലിയ ഭയപ്പെടേണ്ട കാര്യമില്ല. ശരിയായിട്ടുള്ള റെസ്റ്റ് എടുത്താൽ മതിയാകും. ഇനി വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കണ്ടീഷനുണ്ട്. കോവിഡ് രോഗം വന്നു മാറിയവരിൽ നെഞ്ചിന് ഭാരവും അതേപോലെ നെഞ്ചിൻ്റെ പലഭാഗത്തും വേദന വരുന്നത് കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് വിളിക്കുന്ന, നെഞ്ചിലെ വാരിയെല്ലുകളിൽ വരുന്ന ചെറിയ നീർക്കെട്ടും അതോടൊപ്പം വാരിയെല്ലുകളുടെ മസിലുകളിൽ വരുന്ന വേദനയും കോവിഡ് രോഗം വന്നു മാറിയവരിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ കണ്ടീഷൻ ഉള്ളവരെല്ലാം തന്നെ പലപ്പോഴും ഇത് ശ്വാസകോശ പ്രശ്നമാണോ അല്ലെങ്കിൽ അവർക്ക് ഹൃദ്രോഗമാണോ എന്ന് സംശയിച്ച് എപ്പോഴും ഡോക്ടർമാരെ പോയി കണ്ട് ECG എക്സ്റേ നോക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഈ ഒരു കണ്ടീഷൻ, അതായത് നിങ്ങൾക്ക് വരുന്നത് നെഞ്ചിലെ കോസ്റ്റോകോൺട്രൈറ്റിസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സിമ്പിൾ മാർഗം ഞാൻ വിശദീകരിക്കാം. ഈ കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിലെ വാരിയെല്ലുകൾ, നെഞ്ചെല്ലുണ്ടല്ലോ, നെഞ്ചിൻ്റെ നടുക്കുള്ള എല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് കാർട്ടിലേജുകളുണ്ട്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഉണ്ട്. നമ്മൾ ശ്വാസം പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ വാരിയെല്ലുകൾ വികസിക്കുന്നത് ഈ കാർട്ടിലേജുകൾ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഭാഗത്ത് വരുന്ന നീർക്കെട്ടാണ് പലപ്പോഴും ഈ കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് വിളിക്കുന്ന കോവിഡ് രോഗം വന്ന് മാറിയവരിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരവസ്ഥ. ഇത് പലപ്പോഴും നമുക്ക് നെഞ്ചിൻ്റെ മധ്യഭാഗത്തോ ഇല്ലെങ്കിൽ നമ്മുടെ വാരിയെല്ലുകളുടെ ഇടയ്ക്കുള്ള സ്പേസിലോ നമുക്ക് വേദന അനുഭവപ്പെടാം. ഇത് തിരിച്ചറിയാനുള്ള മാർഗം ശ്രദ്ധിക്കുക. നമ്മൾ കൈ രണ്ടും പരമാവധി 2 വശങ്ങളിലേക്കും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ചതിന് ശേഷം കൈകൾ പതുക്കെ പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. പുറകിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ തൊട്ട് കാണിക്കുന്ന നെഞ്ചിൻ്റെ, അതായത് നെഞ്ചെല്ലിൻ്റെ വശത്തായിട്ട് വാരിയെല്ലുകൾ തീരുന്ന ഭാഗത്ത് നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇരു ഭാഗത്തും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കോസ്റ്റോകോൺട്രൈറ്റിസ് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. പലപ്പോഴും നിങ്ങൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴോ പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴോ എല്ലാം നെഞ്ചിൽ കൊളുത്തിപ്പിടിക്കുന്ന പോലെയുള്ള ഒരു വേദന, പലപ്പോഴും ചുമയ്ക്കുമ്പോൾ നെഞ്ചിൽ പെട്ടെന്ന് എന്തോ വലിഞ്ഞു മുറുകുന്ന പോലെയോ പിന്നിട്ട് കുത്തുന്ന പോലെയോ ഒരു വേദന അനുഭവപ്പെട്ടാലെല്ലാം തന്നെ അത് ഇത്തരത്തിൽ മസ്കുലാർ പെയിൻ ആകാനാണ് സാധ്യത. ചിലർക്ക് ശ്വാസം നമ്മൾ എടുത്ത് വിടുന്ന സമയത്ത് ഈ വേദന വരാം. തുമ്മുന്ന സമയത്തോ ചുമയ്ക്കുന്ന സമയത്തോ പെട്ടെന്ന് നെഞ്ചിൽ വിലങ്ങുന്നത് പോലുള്ള ഒരു വേദന, അതിനുശേഷം ഒരു ഭാരം പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അസ്വസ്ഥത നിന്ന് വരാറുണ്ട്. കോവിഡ് രോഗം വന്നു മാറിയ എല്ലാവരിലും ഇത് വരാറില്ല. സാധാരണ ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് ഈ കോസ്റ്റോകോൺട്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതൽ. ഇത് ഒരുപക്ഷെ അമിതമായിട്ട് ബോഡി പെയിൻ വരുന്ന ടെൻഡൻസി ഉള്ളവരോ, ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ ബോഡി പെയിൻ വിത്ത് അമിതമായിട്ട് ആങ്സൈറ്റി ഉള്ള, ഉത്കണ്ഠ രോഗമുള്ള പലർക്കും എല്ലാം ഇത്തരത്തിൽ ഈ കോവിഡ് രോഗം വന്നു മാറിയിട്ട് വേദന കാണാം. കൂടാതെ പുകവലി ശീലമുള്ളവർക്ക്, ഉറക്കമില്ലായ്മ, പൊതുവെ ഉറക്കം കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്, ഏതെങ്കിലും തരത്തിലുള്ള ആർത്രൈറ്റിസിന്റെ ടെൻഡൻസി ഉള്ളവർക്കോ പലപ്പോഴും ഈ കോവിഡ് രോഗം വന്നു മാറിയിട്ട് ഇത്തരത്തിൽ നെഞ്ചിന്റെ ഭാഗത്ത് വേദനയും മസ്കുലാർ പെയിൻസും എല്ലാം അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ടെസ്റ്റില്ലേ, കൈകൾ ഉയർത്തി വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് നെഞ്ചിൽ പല ഭാഗത്തും വേദന വരുന്നത് കാണാം. ആ ഒരു പെയിൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണ് രോഗമെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഇതിൻ്റെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ മാറും. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ, ഈ കോവിഡ് കഴിഞ്ഞവർക്കുണ്ടാകുന്ന കോസ്റ്റോകോൺട്രൈറ്റിസിന് ഹോമിയോപ്പതിയിൽ വളരെ നല്ല മെഡിസിൻസ് ഇന്ന് ലഭ്യമാണ്. നല്ലൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻസ് എടുത്താൽ മതിയാകും. പലപ്പോഴും നമുക്ക് വയറിനകത്ത് അമിതമായിട്ട് ഗ്യാസ് നിറഞ്ഞാലോ എല്ലാം തന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോസ്റ്റോകോൺട്രൈറ്റിസ് ഉണ്ടെങ്കിൽ വേദന കൂടുതൽ അനുഭവപ്പെട്ടു എന്ന് വരാം. നിങ്ങൾ വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ വിരൽ വെച്ച് അമർത്തി കഴിഞ്ഞാൽ ആ വേദന കൂടുന്നത് കാണാം. പലപ്പോഴും ഈ കോവിഡ് രോഗം വന്നു മാറിയവരിൽ 70% നെഞ്ചിന് വരുന്ന അസ്വസ്ഥത ഇത്തരത്തിൽ കോസ്റ്റോകോൺട്രൈറ്റിസ്, ഇവിടുത്തെ മസിൽ പെയിനും ആകാനാണ് സാധ്യത. എന്നാൽ പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ, ഹാർട്ട് അറ്റാക്കിൻ്റെയോ ന്യൂമോണിയയുടെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെയോ ലക്ഷണങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ പാനിക് ആവാതെ, ഭയപ്പെടാതെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ഡോക്ടറെ കണ്ട് വേണ്ട ഉപദേശം സ്വീകരിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് നീരിറക്കം വരുന്ന, മസിലിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ കോസ്റ്റോകോൺട്രൈറ്റിസ് ടെൻഡൻസി ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും ഒഴിവാക്കിയാൽ തന്നെ
തന്നെ നമുക്ക് ഇത്തരത്തിൽ നെഞ്ചിന് വരുന്ന വേദനയും അസ്വസ്ഥതയും മാറുന്നതായിരിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് രോഗം വന്നു മാറിയ ഒരുപാട് പേർക്ക് ഇന്ന് നെഞ്ചിൽ ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ്. അവർ ഈ ഒരു അവസ്ഥ എന്താണെന്ന് സ്വയം തിരിച്ചറിയാൻ ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.